ആർ.എസ് ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കരബാവോ കപ്പിന്റെ സെമിഫൈനൽ മത്സരങ്ങൾ, ഒന്നാം പാദ മത്സരങ്ങളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഒന്നാം പാദ മത്സരത്തിൽ ന്യൂകാസിൽ യുണൈറ്റഡിന്റെ ഹോം ഗ്രൗണ്ട് വെച്ച് നടന്ന മത്സരത്തിൽ 2-0 സിറ്റി വിജയിച്ചിരിക്കുന്നത്. അപ്പോ രണ്ടാം പാദ മത്സരം ബാക്കിയുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തെ ഡിഫെൻഡിങ് ചാമ്പ്യന്മാരാണ് ന്യൂകാസിൽ യുണൈറ്റഡ്. അപ്പൊ അവരുടെ കുറെ കാലത്തെ കാത്തിപ്പിന് ശേഷമുള്ള ടൈറ്റിലാണ് അവരുടെ ക്ലബിന്റെ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അവർ നന്നായിട്ട് ആഘോഷിച്ചാണ്. ലിവർപൂളിനെ 2-1 പരാജയപ്പെടുത്തിയിട്ടാണ് അവർ ആ കപ്പ് നേടുന്നത്. അപ്പോൾ ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ചെൽസിയെ 3-2 പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ആഴ്സണൽ. ചെൽസിയുടെ ഹോം ഗ്രൗണ്ടിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ ആഴ്സണൽ 3-2 ചെൽസിയെ പരാജയപ്പെടുത്തുകയാണ്. സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ വന്നിട്ട് ആ ബ്രിഡ്ജ് തകർക്കാൻ ഉച്ചമ്പെട്ട് ഇറങ്ങിയതാണ് ആഴ്സണൽ. അപ്പോ ബ്രിഡ്ജ് തകർത്തിട്ടുണ്ട്, പക്ഷെ തകർത്തെന്ന് വെച്ചാൽ മുഴുവനായിട്ട് തകർത്തില്ല എന്നാണ് പറയാൻ പറ്റുന്നത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ രണ്ടാം പാദ മത്സരങ്ങൾ ബാക്കിയിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. 3-2 വിജയിച്ചിട്ടുള്ളൂ, ഒരു ഗോളിന്റെയാണ് ലീഡ് നേടിയിട്ടുള്ളതാണ്. രണ്ടാം പാദ മത്സരം ഫെബ്രുവരി നടക്കാൻ പോവാണ്. അപ്പോൾ അത് ആഴ്സണലിന്റെ ഹോം ഗ്രൗണ്ടിലാന്നുള്ള ഒറ്റ കാര്യമാണ്. ഇവര് ബ്രിഡ്ജ് ഇപ്പൊ പൊളിച്ചത് കംപ്ലീറ്റ് ആക്കോ, അതോ പുതുക്കി പണിതിട്ട് ചെൽസി ഫൈനലിലോട്ട് കയറോ, അതോ ആഴ്സണല് ബ്രിഡ്ജ് പൊളിച്ച് അടുക്കിയിട്ട് ഫൈനലിൽ കയറോ എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയാൻ പോകുന്നേ ഉള്ളൂ. എന്താ പറഞ്ഞാൽ വലിയ ലീഡൊന്നുമില്ല, 3-2 വിജയമാണ്. എമ്മാതിരി കളിയായിരുന്നു എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ ചെൽസി ഇങ്ങനെ നിന്ന് കത്തായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ രണ്ട് ടീമും നല്ല പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സാഞ്ചസിന്റെ ഏറ്റവും മോശം പെർഫോമൻസ് ആണ് ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഗോളും സെക്കൻഡ് ഗോളിലും ആ ഒരു വഴിയൊരുക്കിയത് ഈ ചങ്ങയുടെ ഔട്ട് ഓഫ് പൊസിഷനും അതേപോലെ തന്നെ ആ ഒരു സേവ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് ഗോളിൽ ആ ഒരു സെറ്റ് പീസ് വരികയാണ്. സെറ്റ് പീസ് ആണ്, ആഴ്സണലിനാണ് നോക്കണം എന്നൊക്കെ ഉള്ള കാര്യം ശരിക്കും അറിയണ സമയത്ത് ഈ ചങ്ങ എന്താ കാണിച്ചതെന്ന് അറിയോ? എന്തോ ഒരു ചെറിയ സാധനം തട്ടിവിടുന്ന പോലെ ആ ഒരു ബോൾ തട്ടിവിടാൻ നോക്കിയത്. വൈറ്റിലൂടെ ആദ്യ ഗോൾ 7-ാം മിനിറ്റിൽ തന്നെ ആഴ്സണൽ നേടുകയാണ്. പിന്നെ അടുത്ത ഗോൾ വരുന്നത് ഒരു ദുർബലമായ ഒരു സേവ് ആയിരുന്നു പറയുന്നത്. ആ സേവ് രണ്ടാം ഗോൾ ആഴ്സണൽ നേടുകയാണ്. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടാത്ത ഗർണാച്ചോയിലൂടെ 2 ഗോളുകളാണ് ഇവർ അടിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഗോള് എമ്മാതിരി ഗോള്, അത് ഏതി കൂടെയാണ് പോയതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. രണ്ടാമത്തെ ഗോള് പിന്നെ ഒരു ബൗൺസ് ചെയ്തിട്ട്, ക്രിക്കറ്റിലൊക്കെ ബൗൺസ് ചെയ്യുന്ന പോലെ കുത്തിയിട്ട് ഇങ്ങനെ പൊക്കിയിട്ടൊരു അടി. ആ ഒരു വോളി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബൗൺസ് ചെയ്ത സെറ്റപ്പ്. ആ എന്താണ് നമ്മുടെ ആഴ്സണലിന്റെ 2 ഡിഫൻഡർമാർ നിൽക്കുമ്പോൾ ആ ഡിഫൻഡർമാരുടെ മുകളിലൂടെയാണ് പോയത്. ഒന്നും ചെയ്യാൻ വഴിയില്ല. അങ്ങനെ ഗർണാച്ചോ 2 ഗോളുകൾ അടിച്ചിട്ട് ചെൽസിയെ തിരിച്ചു കൊണ്ടുവന്നിരിക്കണം. ഇതിനിടയിൽ 2 ഗോൾ കീപ്പർമാർ നല്ല കിടിലൻ സേവുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ചെൽസിന് എന്താ പറ്റിയെന്ന് അറിയില്ല, തൊട്ടക്കം മുതൽ പഴച്ചതായിരുന്നു. അവസാനം 2-3 സേവുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ ബോൾ പൊസിഷൻ കൊടുക്കുന്നതൊക്കെ മിസ് പാസുകൾ, എല്ലാ ആഴ്സണലിന്റെ കാലിക്ക് ഇട്ട് കൊടുക്കുന്ന ത്രൂ ബോളുകളൊക്കെ. അതേപോലെ ഡിഫൻസിൽ കുറെ എപ്പോ വേണമെങ്കിലും ഗോൾ ഇനിയും വീഴാന്നുള്ള സിറ്റുവേഷനിൽ ഉള്ള കളിയാണെന്ന് കളിച്ചിട്ടുണ്ടായത്. ഒരു വെപ്രാളം എന്താന്ന് പറയാൻ പറ്റില്ല. പിന്നെ സെക്കൻഡ് ഹാഫ് ആയപ്പോ കുറച്ച് ആള് ആ പഴയ ഒരു ഇതിലേക്ക് വന്നു. ഫസ്റ്റ് ഹാഫിൽ എന്തൊക്കെയോ പറ്റിയ പോലെ ഉണ്ട്. 2 ഗോൾ കീപ്പർമാരും കിടിലൻ സേവുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അവിടെ ആഴ്സണലിന്റെ ഗോൾ കീപ്പർ നമ്മുടെ എസ്താവോന്റെയും അതേപോലെ തന്നെ നാറ്റോന്റെ ഒക്കെ കിട്ടില്ല ഷോട്ടുകൾ സേവ് ചെയ്തപ്പോ ഇവിടെ നേരെ തിരിച്ച് സാക്കയുടെയും അതേപോലെ തന്നെ ആ ഒരു സേവ് ഉണ്ടല്ലോ, ആരുടെ സെക്കൻഡ് ഹാഫില് ഇവര് സാഞ്ചസിന്റെ ഒരു കിടിലൻ സേവ് ഉണ്ടായിരുന്നു. മൊറീനോയുടെ ഒരു വോളി അടിപൊളിയായിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് ആ കാലിൽ തട്ടി തെറിച്ചു പോയതെന്ന് ഒരു പിടിയില്ല. ഗംഭീര സേവ് ആയിരുന്നു. അങ്ങനെയുള്ള അറ്റംപ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ചെൽസിയുടെ തിരിച്ചു വരവേണ്ടായിരുന്നു കണ്ടത്. ആ ഒരു ഗർണാച്ചോന്റെ ഗോളും അതേപോലെ നല്ല നല്ല കൗണ്ടറും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കിടിലൻ അറ്റാക്കും കാര്യങ്ങളും പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 3-2 ആഴ്സണൽ വിജയിച്ചിരിക്കുകയാണ്. ഇനി എന്താന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് നടന്ന ലീഗ് മത്സരത്തിൽ ഇവർ ഈ ബ്രിഡ്ജ് പൊളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ പണിക്കാരില്ലാതെ വരെ 10 ആളോ റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായി തന്ന്. ചെൽസിക്ക് റെഡ് കാർഡ് കിട്ടിയിട്ട് പോലും അവർ 1-1 സമനില നേടുകയുണ്ടായി. ഈ സീസണിൽ ഏറ്റവും കുറവ് ഗോളുകൾ വഴങ്ങിയിട്ടുള്ള ആഴ്സണലാണ്. ആ ആഴ്സണലിന്റെ വലയിലേക്കാണ് 2 ഗോളുകൾ അടിച്ചു കൂട്ടിയെന്ന് നോക്കണം. 3 ഗോളുകൾ ആഴ്സണൽ അടിച്ചു എന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. അപ്പോൾ അടുത്ത ഒരു സെമിഫൈനൽ രണ്ടാമത് മത്സരമുണ്ട്. ന്യൂകാസില് മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് 2-0 ലീഡ് ഉണ്ട് മാഞ്ചസ്റ്റർ സിറ്റിക്ക്. അപ്പോൾ അവിടെ ഒന്നും പറയാൻ പറ്റില്ല. സെക്കൻഡ് ലെഗ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹോം ഗ്രൗണ്ടിൽ നടക്കുന്നത്, അതേപോലെ ഇവിടെ ആഴ്സണലിന്റെ കളി ആഴ്സണലിന്റെ ഹോം ഗ്രൗണ്ടിലാണെന്നുള്ള ഒരു അഡ്വാൻറ്റേജ് മാത്രം 2 ടീമിനുള്ളത്. പക്ഷെ എന്തും സംഭവിക്കാം. അപ്പൊ നമുക്ക് ഇവരുടെ സ്റ്റാറ്റ്സിലേക്ക് നോക്കാം. നമുക്ക് ഇവരുടെ സ്റ്റാറ്റ്സ് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ചെൽസി 9 ഷോട്ടുകളാണ് എടുത്തിട്ടുള്ളത്. അതിൽ 4 ഓൺ ടാർഗറ്റിലേക്ക് ആയപ്പോൾ ആഴ്സണലിൽ 17 ഷോട്ടുകൾ എടുത്തിട്ടുണ്ട്. അതിൽ 6 മാത്രമാണ് ഓൺ ടാർഗറ്റിലേക്ക് വന്നത്. അപ്പോൾ ഓഫ് ടാർഗറ്റ് ഒരുപാടെണ്ണം ഉണ്ടെന്നുള്ളതാണ്. 55% ആഴ്സണൽ ചെൽസി പൊസിഷൻ ഉണ്ടായിരുന്നു, 40% ആഴ്സണൽ പൊസിഷൻ ഉണ്ടായിരുന്നത്. 12 ഫൗളുകൾ ചെൽസി കമ്മിറ്റ് ചെയ്തപ്പോൾ
13 ഫൗളുകൾ ആഴ്സണൽ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെല്ലോ കാർഡ് 2 ടീമിനും 4 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓഫ് സൈഡ് ചെൽസിയുടെ ഭാഗത്ത് 4 ആണെങ്കിൽ അവിടെ 2 കോർണേഴ്സ് വിൻ ചെയ്തത് ചെൽസി 6 ആണെങ്കിൽ നമ്മുടെ ആഴ്സണൽ 9 കോർണേഴ്സ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സെറ്റ് പീസുകളുടെ കളി തന്നെയാണ് പറഞ്ഞ കളി. ആഴ്സണലിന്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ സെറ്റ് പീസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല ചങ്ങായിമാന്റെ കളി. അപ്പോൾ ഇന്നലെ മൊത്തത്തിൽ സെറ്റ് പീസുകളുടെ ഒരു കളിയായിരുന്നു. അപ്പോൾ നമുക്ക് മാഞ്ചസ്റ്റർ സിറ്റി വിസസ് ന്യൂകാസിൽ യുണൈറ്റഡ് അവരുടെ കളിയിലേക്ക് ഒന്ന് മാഞ്ചസ്റ്റർ സിറ്റി വിസസ് ന്യൂകാസിൽ യുണൈറ്റഡിന്റെ കളി ന്യൂകാസിലിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരത്തിൽ 2-0 സിറ്റി വിജയിച്ചിരിക്കുന്നത്. അപ്പോ പുതിയ സൈനിങ് ആയ സിമിനിയോ ഒരു ഗോൾ അടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവസാന മിനിറ്റിൽ ചെറുക്കിയുടെ ഒരു ഗോൾ കൂടി അടിച്ചതോടുകൂടി 2-0 സിറ്റി വിജയിച്ചു. പക്ഷെ ന്യൂകാസിൽ യുണൈറ്റഡ് ഒരുപാട് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഫസ്റ്റ് ടൈമിലൊക്കെ ആ 9 നമ്പറായ അവരുടെ സ്ട്രൈക്കർക്ക് കിട്ടിയ ചാൻസുകൾ 1-2 ചാൻസുകളൊക്കെ കിട്ടില്ല, അല്ലെങ്കിൽ ആ ഗോൾ അടിച്ചില്ലെങ്കിൽ പോലും ആ ഒരു അസിസ്റ്റ് കൊടുത്തിരുന്നെങ്കിൽ അവിടെ ഒരു പ്ലെയർ ഫ്രീ ആയിട്ട് നിൽക്കുക പെനാൽറ്റി ബോക്സിന്റെ ഉള്ളിൽ. അപ്പൊ അത് കൊടുത്തിരുന്നെങ്കിൽ ഗോളായി മാറി. അത് കുറേ അതേപോലത്തെ അങ്ങനത്തെ ഒരു അവസരങ്ങളൊക്കെ ഈ ചങ്ങായിമാര് യൂസ് ചെയ്യാൻ പറ്റില്ല. ഫൈനൽ തേർഡിലുള്ള ഡിസിഷൻ എടുക്കേണ്ട കാര്യങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗോൾ കീപ്പർ എന്റെ പൊന്നെ ഒരു രക്ഷയിൽ ആ ഒരു എത്രാമത്തെ മിനിറ്റിലാണ് 45-ാമത്തെ മിനിറ്റിൽ 2 കിട്ടുന്ന സേവുകൾ നടത്തുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത സേവുകളാ. എനിക്ക് തോന്നുന്നു 1-2 ഗോൾ ചുരുങ്ങിയത് വീഴേണ്ടതായിരുന്നു. ഡോണറൂമയുടെ ഭാഗത്തിൽ ഇവരുടെ ഗോൾ കീപ്പർ ആ ഒരു അതിനെ അനുസ്മരിപ്പിക്കുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. അപ്പൊ എന്തായാലും ഇനി അടുത്ത മത്സരം നടക്കാൻ പോകുന്ന മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹോം ഗ്രൗണ്ടിലാണ്. അപ്പോൾ എന്തായാലും സിറ്റിയെ മറികടന്ന് എനിക്ക് തോന്നുന്നില്ല ന്യൂകാസിൽ യുണൈറ്റഡ് ഫൈനലിൽ എത്തും എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. ഇനി ഒരു 90 മിനിറ്റും എക്സ്ട്രാ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം. അതേപോലെ തന്നെ നമുക്ക് ഇവരുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ 9 ഷോട്ടുകളാണ് ന്യൂകാസിൽ യുണൈറ്റഡ് എടുത്തപ്പോൾ അതിൽ 3 മാത്രമാണ് ഓൺ ടാർഗറ്റിലേക്ക് പോയത്. സിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 7 ഷോട്ടുകൾ മാത്രമേ എടുത്തുള്ളൂ. അതിൽ 4 ഓൺ ടാർഗറ്റിലേക്ക് എടുത്തിട്ടുള്ള കാര്യമാണ്. 42% ന്യൂകാസിലെ പൊസിഷൻ ഉണ്ടായിരുന്നപ്പോൾ 58% സിറ്റി പൊസിഷൻ ഉണ്ടായിരുന്നു, ബോൾ പൊസിഷൻ. 8 ഫൗൾസുകൾ ന്യൂകാസിൽ കമ്മിറ്റ് ചെയ്തപ്പോൾ ഇവിടെ 11 ഫൗളുകളാണ് സിറ്റി കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായത്. 4 യെല്ലോ കാർഡ് 2 ടീമിന് കിട്ടിയിട്ടുണ്ട്. ഓഫ് സൈഡ് നോക്കുകയാണെങ്കിൽ 3ഉം 1 കോർണേഴ്സ് വിൻ ചെയ്തത് 5 കോർണേഴ്സ് ന്യൂകാസിൽ വിൻ ചെയ്തപ്പോൾ 6 കോർണേഴ്സ് ആണ് മാഞ്ചസ്റ്റർ സിറ്റി വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും കിട്ടിലൻ ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു 2 ടീമും കാഴ്ചവെച്ചത്. പക്ഷെ 2 ഗോളിലാണ് മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ചിട്ട് നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ഇനി അടുത്ത റൗണ്ടിൽ മാഞ്ചസ്റ്റർ സിറ്റി ഫൈനലിലെത്തോ അതോ ന്യൂകാസിൽ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ സിറ്റിയെ മറികടന്നിട്ട് കംബാക്ക് അടിച്ചിട്ട് അതോ ഫൈനലിൽ കയറുമെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ബ്രിഡ്ജ് തകർത്തിട്ട് ആഴ്സണൽ ഫൈനലിലെത്തോ അതോ ബ്രിഡ്ജ് പുതുക്കി പണിതിട്ട് ആഴ്സണലിനെ മറികടന്ന് ചെൽസി ഫൈനലിലെത്തോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.